ചേച്ചിയേ ആ ഓ എന്തോ പറയാനാ ചേച്ചി, എന്തോ മഴയാ, മഴയത്ത് വേണ്ടേ വരാൻ. ആ ആ ഓ ആഹാരം ഉണ്ടാക്കണം, പിള്ളേരെ വിടണം, പിന്നെ എന്നൊക്കെ പണിയുണ്ട്, എല്ലാം തീർത്തിട്ട് വേണ്ടേ വരാൻ. ഇത് നോണാക്കട്ടെ. ആ ഓ എന്തോ പറയാനാ, ഇതന്നെ ചേച്ചി ഇത്ര ക്യൂ. ആ ഓ ഇന്നാണോ ലാസ്റ്റ് ഡേറ്റ്, ഞാൻ അറിഞ്ഞില്ല, എൻ്റെ ദൈവമേ. അതെ അതെ, ഒച്ച വെക്കല്ലേ, എല്ലാവരും ക്യൂ നിന്നേ. ആ ആദ്യം ആരാണോ വന്നത് അവർ ആദ്യം എന്നുള്ള രീതിയിൽ വരി വരിയായിട്ട് അങ്ങോട്ട് നിൽക്കുക. ആ തിരക്ക് കൂട്ടല്ലേ വരുന്ന. ഓ പോയോ ദൈവമേ, ആ പെണ്ണ് എന്നാ വിചാരിച്ചോണ്ടോ ഇവൻ്റെയൊക്കെ കൂടെ ഇറങ്ങിപ്പോന്നേ. ഓ എന്തോ ചെയ്യാനാന്ന് പറയിച്ചി. ആ ആ തിരക്ക് കൂട്ടാതരോ, എന്നത്തിനാ ഇങ്ങനെ തിരക്ക് വെക്കുന്നേ? താനിങ്ങനെ തിരക്ക് കൂട്ടിയത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ഇങ്ങോട്ട് കൊണ്ടുവാ. തനിക്ക് എന്താ ഇതൊക്കെ എന്തിനാ കൊണ്ടുവന്നതെന്ന് പറയുമോ ആദ്യം? ആ അത് ഞാനല്ല ചെയ്യുന്നത്, അത് ചേച്ചിയാണ് ചെയ്യുന്നത്. അങ്ങോട്ട് ചെല്ലോ കേട്ടോ. കറണ്ട് ബില്ലുകാരും ഇതുപോലെ ഈ ഇതിനൊക്കെ ആപ്ലിക്കേഷൻ ഇടാനുള്ളവരും അങ്ങോട്ട് നിൽക്കൂ. പിന്നെ വീടിന് നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് തരുന്നുണ്ടല്ലോ, അതിനുള്ള ആൾക്കാർ മാത്രം ഇവിടെ ക്യൂ ആയിട്ട് നിൽക്കൂ കേട്ടോ. ബാക്കിയുള്ളവർ അപ്പുറത്തെ സൈഡിൽ. ആ തൻ്റെ പേപ്പറെല്ലാം റെഡിയായോ? എല്ലാം കൊണ്ടുവന്നോ താൻ? ആ ആ ആ ആ അതിങ്ങി തരൂ, ആ പേപ്പറെല്ലാം ഇങ്ങി തരൂ. ആ ആ ആ ആ തൻ്റെ പേര് സതീഷ് അല്ലേ? ആ ആ ഇന്നെങ്കിലും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താൻ എല്ലാ പേപ്പറും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്യാം. താൻ എല്ലാ പേപ്പറും കൊണ്ടുവരാതെ ഇപ്പം എന്നോട് ചൂടായിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ആ മനസ്സിലായി, താൻ ചോദിച്ചതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ഞങ്ങളായിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതല്ലല്ലോ, നിങ്ങളോട് കൊണ്ടുവരാൻ പറയുന്ന പേപ്പറെല്ലാം നിങ്ങൾ കൊണ്ടുവരണം, ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ താനിപ്പോൾ തൽക്കാലം താൻ കൊണ്ടുവന്ന പേപ്പറൊക്കെ ഇങ്ങ് തരൂ. ആ ആ ആ ആ ഇത് പിന്നാധാരം, മുന്നാധാരം, ആധാരം, ഓക്കെ, ആധാറിൻ്റെ കോപ്പി, വോട്ടർ ഐ ഡിയുടെ കോപ്പി, പാൻ കാർഡിൻ്റെ കോപ്പി. ആ ആ ആ താൻ തൻ്റെ വീടിൻ്റെ അതിരിൽ, അതായത് തൻ്റെ വസ്തുവിൻ്റെ അതിരിൽ താമസിക്കുന്നവരുമായിട്ട് പ്രശ്നമൊന്നുമില്ല, അവർക്ക് താൻ വീട് വെക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല എന്നുള്ള പേപ്പർ അതെവിടെ? അയ്യോ അത് വേണം. ആ ആ ആ നാല് അതിരിലുള്ളവർക്കും താൻ വീട് വെക്കുന്നതിൽ പ്രശ്നമില്ല, തൻ്റെ പറമ്പിൽ നിന്ന് അങ്ങോട്ട് കരിയില പോകാറില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് കരിയില വരാറില്ല, വെള്ളം അങ്ങോട്ട് ഒഴുകാറില്ല, താൻ തുമ്മാറില്ല, അങ്ങനത്തെ പേപ്പറൊക്കെ വേണം. ഇതൊന്നും ഇല്ലാതെ പറ്റത്തില്ല. പിന്നെ താൻ തൻ്റെ അച്ഛനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേപ്പർ, താനും തൻ്റെ അമ്മയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേപ്പർ, സഹോദരങ്ങളുണ്ടെങ്കിൽ അവരെങ്ങനെ തൻ്റെ സഹോദരങ്ങളായി എന്നുള്ള പേപ്പർ, പിന്നെ താൻ മാരീഡ് ആണെങ്കിൽ തൻ്റെ ഭാര്യയും താനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേപ്പർ, പിന്നെ മക്കൾ തന്നെ താനുമായിട്ട് എങ്ങനെയാണ്, തനിക്ക് ചിലവിന് തരാറുണ്ടോ, അങ്ങനെയുള്ള പേപ്പർ. അയ്യോ മക്കൾ 2ാം ക്ലാസ്സിലാണെങ്കിലും അത് തന്നേ പറ്റുള്ളൂ. അങ്ങനെ അത് നിർബന്ധമാണ്. പിന്നെന്താ താനവിടെ, ഞാൻ ഓർക്കുന്നുണ്ട്, താൻ ആറിൻ്റെ സൈഡിലല്ലേ താമസിക്കുന്നത്? ആ ആ ആ അപ്പോൾ താൻ കിണർ കുത്തി കഴിഞ്ഞാൽ ആറ്റിലെ വെള്ളം പറ്റുമോ എന്നുള്ളതിൻ്റെ പേപ്പർ. പിന്നെ അതൊക്കെ വേണം, അതില്ലാതെ പറ്റില്ല. ആറ്റിൽ മീനും കുടുംബങ്ങളും ഒക്കെ ഉള്ളതല്ലേ, അവരുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയണമല്ലോ. പിന്നെ മീനിൻ്റെ ഗ്രഹനാഥനുമായിട്ട് സംസാരിച്ച്, മീനിൻ്റെ ആ കുടുംബത്തിൻ്റെ ഗ്രഹനാഥനുണ്ടല്ലോ, അവരുമായിട്ട് സംസാരിച്ച് താൻ ഒരു പേപ്പർ അവരുടെ നിന്ന് വാങ്ങണം. പിന്നെ ആറിൻ്റെ സൈഡിൽ മരത്തിലൊരു മരം കുത്തിയാണെന്ന് തോന്നുന്നു, അവരുടെ കുടുംബം ഉണ്ടല്ലോ, ആ കുടുംബത്തിൽ നിന്നും പേപ്പർ കിട്ടിയേ പറ്റുള്ളൂ, ഇല്ലാതെ പറ്റില്ല.
പിന്നെ അവർക്ക് നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്തിയേ പറ്റുള്ളൂ, ഇല്ലാതെ പറ്റില്ല. താൻ ഈ പേപ്പറുകൾ മാത്രമല്ല ഇതിൻ്റെ കൂട്ടത്തിൽ അതുകൂടെ കൊണ്ടുവരണം. ആധാർ ലിങ്ക് ചെയ്ത പോലെ ബാക്കിയുള്ളതും ഒന്നിച്ചാക്കി പിൻ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാലേ എനിക്ക് സ്കാൻ ചെയ്ത് ഇത് ആപ്ലിക്കേഷനാക്കി ഇടാൻ പറ്റുള്ളൂ. ഇന്ന് വൈകുന്നേരം 6:30 വരെ സമയമുണ്ട്. താൻ ആ മീനിൻ്റെ കുടുംബമായിട്ട് സംസാരിച്ച് നോക്കൂ. അവരങ്ങനെ കടുംപിടുത്തം പിടിക്കുന്നവരൊന്നും അല്ലല്ലോ. ഒരാളുടെ ജീവിതത്തിന് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നവരല്ല. അതുകൊണ്ട് താൻ ഉറപ്പായിട്ടും സംസാരിച്ച് നോക്കൂ. ഉറപ്പായിട്ടും അവർ സമ്മതിക്കും, ഉറപ്പാണ്. പിന്നെ അവരുടെ ജീവിതത്തെ നമ്മളും ബാധിക്കാൻ പാടില്ല, നമ്മളുടെ ജീവിതത്തിന് അവരും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ പോകുന്നത്. മീനിൻ്റെ കുടുംബത്തിൻ്റെത് എന്താണെങ്കിലും വേണം. തനിക്ക് കിണർ വേണോ അത് വേണം. കാരണം തനിക്കിപ്പോൾ വസ്തു സ്വന്തമായിട്ടുണ്ട്, വീട് നമ്മൾ ഗവൺമെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ ലോണൊക്കെ എടുത്ത് വെക്കുന്നതല്ലേ. അപ്പം നമുക്ക് ഇതില്ലാതെ പറ്റില്ല. എന്താണേലും അത് കൊണ്ടുവരാൻ നോക്കണം കേട്ടോ. ഇന്ന് വൈകുന്നേരം 6:30-ക്കുള്ളിൽ, ഇല്ലെങ്കിൽ സൈറ്റ് ക്ലോസ് ആയി പോകും. പിന്നെ നമുക്ക് സമയമെടുക്കും ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ഉള്ളതെല്ലാം ഞാനിപ്പോൾ ഇവിടെ വെച്ചേക്കാം. താൻ പോയി ഇല്ലാത്തതെല്ലാം കൊണ്ടുവരും കേട്ടോ. പിന്നെ തൻ്റെ ആ ഏരിയയിൽ എവിടെയോ ഒരു പട്ടി കറങ്ങി നടക്കുന്നില്ലേ, അതിനോടും കൂടെ ഒന്ന് സംസാരിച്ചേക്കൂ. കാരണം അവർക്കും ഇനി എതിർപ്പ് വേണ്ട. ഓക്കെ ഓക്കെ, അത് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാക്കിയുള്ള പേപ്പർ ഞാൻ അപ്പം തന്നെ പറഞ്ഞു തരാം. അത് കൊണ്ടുവരൂ. കൊണ്ടുവന്നിട്ട് നമുക്ക് ഇത് സ്കാൻ ചെയ്ത് കയറ്റാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി എന്തെങ്കിലും വേറെ വല്ലതും വേണമെങ്കിൽ ഞാൻ അന്നേരം പറയാം. എന്തായാലും ഈ പറഞ്ഞതെല്ലാം ഈ 3 ഫാമിലിയുടേത്, തൻ്റെ അതിരിൽ താമസിക്കുന്ന ആൾക്കാരുടേത്, പിന്നെ ആറ്റിലെ മീനിൻ്റേത്, പിന്നെ ആ മരത്തിൽ താമസിക്കുന്ന മരംകുത്തിയുടേത്, പിന്നെ അവിടെ തെണ്ടി തിരിഞ്ഞിറക്കുന്നൊരു പട്ടിയുണ്ടല്ലോ, ആ പട്ടിയുടേത്. അതിന് ഫാമിലി ഇല്ലെന്ന് തോന്നുന്നു അല്ലേ. അത് സിംഗിൾ ആയതുകൊണ്ട് അത് പ്രശ്നമില്ല. സിംഗിൾ ആയതുകൊണ്ട് അയാളുടേത് മാത്രം മതി. അവർക്ക് ഫാമിലി ഉണ്ടായിരുന്നെങ്കിൽ ഫാമിലിയുടേതും കൂടെ സംഘടിപ്പിക്കേണ്ടി വന്നേനെ. സിംഗിൾ ആയതുകൊണ്ട് അത് പ്രശ്നമില്ല. ഓക്കെ ഓക്കെ ഓക്കെ, അത് മതി. ചെല്ലു. അതെ, എന്നാത്തിനാ ഇങ്ങനെ കിടന്ന് ഒച്ച വെക്കുന്നത്? എത്ര ഒച്ച വെച്ചാലും എത്ര പറഞ്ഞാലും എനിക്കിതൊക്കെ തന്നെ പറയാനുള്ളൂ. നിങ്ങൾ കൊണ്ടുവന്ന പേപ്പർ ഒച്ച വെക്കണ്ട. നിങ്ങൾ കൊണ്ടുവന്ന പേപ്പർ എല്ലാം പറ്റുന്നതാണെങ്കിൽ ഞാൻ ആപ്ലിക്കേഷൻ ഇടും. ഇല്ലെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞു തരുന്നുണ്ടല്ലോ. ഇയാളോട് ചോദിക്കൂ, ഇയാൾ എത്ര മര്യാദയായിട്ട് അത് കേൾക്കുന്നത്. നിങ്ങൾ ക്യൂ നിൽക്കൂ. എത്ര പ്രായമായ ആളാണെങ്കിലും ക്യൂ നിന്നേ പറ്റുള്ളൂ. ക്യൂ നിൽക്കാതെ പറ്റില്ല. ക്യൂ നിൽക്ക്. അത് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ എനിക്കിവിടെ പ്രശ്നം തീർക്കാൻ ആദ്യം വന്ന ആൾ ആദ്യം തന്നെ ക്യൂ തരണം, ആപ്ലിക്കേഷൻ ഇടണം. അതുകൊണ്ട് ക്യൂ നിന്നേ പറ്റുള്ളൂ. ക്യൂ നിൽക്കൂ. അപ്പോൾ നിങ്ങൾ ചെല്ലു കേട്ടോ. ഓക്കെ. മറക്കണ്ട, മീനിൻ്റെ ഫാമിലിയായിട്ട് ഉറപ്പായിട്ട് സംസാരിച്ചിരിക്കണം. മരംകൊത്തിയും സംസാരിച്ച് ആ പേപ്പറും കൂടെ ഇല്ലാതെ വന്നിട്ട് കാര്യമില്ല കേട്ടോ. ഓക്കെ.